പ്രതിരോധ സേനയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ 79,000 കോടി രൂപയുടെ സൈനിക ഹാർഡ്വെയർ വാങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗം ചേർന്ന് വ്യോമസേന, നാവികസേന, കരസേന എന്നിവയുടെ നിരവധി ഷോപ്പിംഗ് പ്ലാനുകൾക്ക് അംഗീകാരം നൽകി. MK2 നാമിസ് എന്ന് വിളിക്കപ്പെടുന്ന നാഗ് മിസൈൽ സംവിധാനം ട്രാക്കുകളിൽ വാങ്ങാനുള്ള നിർദ്ദേശത്തിന് DAC അനുസരണ ആവശ്യകത പദവി നൽകി. GBMES എന്ന് വിളിക്കപ്പെടുന്ന ഗ്രൗണ്ട് അധിഷ്ഠിത മൊബൈൽ എലിൻഡ് സിസ്റ്റങ്ങൾ, ക്രെയിനുകൾ സ്ഥാപിച്ചിട്ടുള്ള ഹൈ മൊബിലിറ്റി വാഹനങ്ങൾ എന്നിവയാണ് DAC ഏറ്റെടുക്കുന്നതിന് അനുമതി നൽകിയ മറ്റ് സൈനിക ഹാർഡ്വെയറുകളെന്ന് യോഗത്തിന് ശേഷം സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുമുണ്ട്. ട്രാക്ക് ചെയ്ത നാമിസ് ശത്രു യുദ്ധവാഹനങ്ങൾ, ബങ്കറുകൾ, മറ്റ് ഫീൽഡ് കോട്ടകൾ എന്നിവ നശിപ്പിക്കുന്നതിനുള്ള സൈന്യത്തിൻ്റെ കഴിവ് മെച്ചപ്പെടുത്തും. GBMES ശത്രു എമിറ്ററുകളുടെ 24 മണിക്കൂറും ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് നൽകുകയും തന്ത്രപരമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അവയിൽ ഒളിഞ്ഞു നോക്കുകയും ചെയ്യും. ഹൈ മൊബിലിറ്റി വാഹനങ്ങളുടെ ഉൾപ്പെടുത്തൽ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിലെ സേനകൾക്കുള്ള ലോജിസ്റ്റിക് പിന്തുണയെ ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. നാവികസേനയുടെ ഷോപ്പിംഗ് പട്ടികയിൽ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കുകൾ, 30 mm നേവൽ സർഫസ് ഗണ്ണ്, അഡ്വാൻസ്ഡ് ലൈറ്റ് വെയ്റ്റ് ടോർപിഡോകൾ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം, 76 mm സൂപ്പർ റാപ്പിഡ് ഗൺ മൗണ്ടിനുള്ള സ്മാർട്ട് വെടിയുണ്ടകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അവിവേകത്തിന് പാകിസ്ഥാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുകയാണ്. ജയ്സാൽമീറിൽ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സൈന്യം പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പ് ഡോസ് നൽകിയിട്ടുണ്ട് എന്നും പ്രതികാരപരമായ പ്രഹരങ്ങൾ രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തിയുടെ ഒരു ഡെമോ മാത്രമായിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട്. രാജ്യത്തിൻ്റെ ശത്രുക്കൾ ഒരിക്കലും നിഷ്ക്രിയരല്ല എന്ന് ചൂണ്ടിക്കാട്ടിയ പ്രതിരോധ മന്ത്രി അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ എപ്പോഴും ജാഗ്രതയോടെയും തയ്യാറെടുപ്പോടെയും ഇരിക്കാൻ സൈനികരോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 2047 ഇന്ത്യയെ ഒരു വികസിതവും സ്വയം പര്യാപ്തവുമായ രാഷ്ട്രമായി സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാകുന്നതിൽ സായുധ സേനയ്ക്ക് വഹിക്കാനുള്ള പങ്കും അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സൈനികർ അതിർത്തികളുടെ സംരക്ഷകർ മാത്രമല്ല, രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ പതാകവാഹകരാണ്. ഈ നൂറ്റാണ്ട് നമ്മുടേതാണ്, ഭാവിയും നമ്മുടേതാണ്. സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ നടത്തിയ മുന്നേറ്റങ്ങൾ പരിഗണിക്കുമ്പോൾ നമ്മുടെ സൈന്യം ലോകത്തിലെ ഏറ്റവും മികച്ചതായി മാറുമെന്നും എനിക്ക് ഉറപ്പുണ്ട് എന്ന് അദ്ദേഹം ബരാഖാനയിലെ സൈനികരോട് പറഞ്ഞിരിക്കുകയാണ്. അതിർത്തി അടിസ്ഥാന സൗകര്യ വികസനത്തോടുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധത ആവർത്തിച്ച രാജ്നാഥ് സിംഗ് പ്രതിരോധ സന്നദ്ധത കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി അതിർത്തിയിലുടനീളം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നും അറിയിച്ചിരിക്കുകയാണ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ്, എല്ലാ ആർമി കമാൻഡർമാർ, മറ്റു മുതിർന്ന ഇന്ത്യൻ ആർമി ഓഫീസർമാർ എന്നിവരെല്ലാം സന്നിഹിതരായിരുന്നു.